ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SAT സീരീസിലെ അടുത്തൊരു ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 2 ഭാഗം 1 വരുന്ന ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഏതായിരുന്നു ചാപ്റ്റർ? കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന ഈ ഒരു ചാപ്റ്ററാണ്. ജോഗ്രഫി സെഷൻ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ജോഗ്രഫിയുടെ അവസാന ചാപ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നമ്മൾ നേരത്തെ എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നമ്മൾ ചാനലിൽ ഉണ്ട്. അത് കണ്ട ശേഷം മാത്രം അടുത്ത ഭാഗം കാണാം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ലോകത്തിൻ്റെ കാലാവസ്ഥയും കാലാവസ്ഥാ സവിശേഷതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത്തരത്തിൽ കാലാവസ്ഥാ സവിശേഷതകൾ കാരണം നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയിലെ ലോകത്തിലെ ഭാഗങ്ങളെ പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവയാണ് ആ പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. മൺസൂൺ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചും അതുപോലെ സാവന്ന കാലാവസ്ഥാ മേഖലയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. ഉഷ്ണ മരുഭൂമികൾ എന്ന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. തുടർന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉഷ്ണ മരുഭൂമിയിലേക്കാണ് കടക്കുന്നത്. ഉഷ്ണ മരുഭൂമികൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉഷ്ണമേഖലയിൽ വരുന്ന പുൽമേടുകളെ കുറിച്ച് പഠിച്ചു. അതുപോലെ മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്തെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. ഇതേ അക്ഷാംശത്തിൽ തന്നെ ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഒരേ അക്ഷാംശത്തിലാണ് എങ്കിൽ കൂടിയും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഉഷ്ണ മരുഭൂമികൾ എന്നുള്ളത് ഇവിടെ മാപ്പിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ സൂചിക ശ്രദ്ധിക്കുക. ഈ ഒരു ഷെയ്ഡിൽ, യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഭൂമിയിലെ ഉഷ്ണ മരുഭൂമികളായി കണക്കാക്കുന്നത്. മാപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ്. ഓരോ വൻകരകളായിട്ട് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ വൻകരയിൽ ഏതാണ്? സഹാറ വരുന്നുണ്ട്, അതുപോലെ കലഹാരിയും വരുന്നുണ്ട്. ആഫ്രിക്കൻ വൻകരയിൽ സഹാറ, കലഹാരി എന്നീ മരുഭൂമികൾ ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മുടെ ഏഷ്യയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്ത് നോക്കുക. ഏഷ്യ ഇവിടെ നൽകിയിട്ടുണ്ട്. ഏഷ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഥാർ മരുഭൂമി, നമ്മുടെ രാജസ്ഥാന്റെ പാർട്ടോടി ഉൾപ്പെടുന്ന ഒരു ഥാർ മരുഭൂമി, അതുപോലെ അറേബ്യൻ മരുഭൂമിയും ഉൾപ്പെടുന്നത് ഏഷ്യൻ വൻകരയിലാണ്. ഓക്കെ, സഹാറ, കലഹാരി എന്നിവ ആഫ്രിക്കയിലും അതുപോലെ ഏഷ്യൻ ഭാഗത്ത് ഏഷ്യൻ വൻകരയിൽ ഥാർ മരുഭൂമി ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ അറേബ്യൻ മരുഭൂമിയും ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ താഴെ ഓസ്ട്രേലിയ നോക്കാം. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ഓസ്ട്രേലിയൻ മരുഭൂമിയിൽ വരുന്നത് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി എന്നതാണ് ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണമായിട്ട് ഓസ്ട്രേലിയയിലുള്ളത്. ഇനി ഇവിടെ തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലുമാണ്. തെക്കേ അമേരിക്കയിൽ ഏതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? അറ്റക്കാമയാണ്. അറ്റക്കാമ ഡെസേർട്ടാണ് ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണമായിട്ട് തെക്കേ അമേരിക്കയിലുള്ളത്. ഇനി വടക്കേ അമേരിക്കയിലേക്ക് പോകുമ്പോൾ മൊഹേവ് എന്ന മരുഭൂമിയാണ് കേട്ടോ ഉള്ളത്. മൊഹേവ് മരുഭൂമിയാണ് വടക്കേ അമേരിക്കയിൽ ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണമായി പറയാവുന്നത്. ഓക്കെ, അപ്പം മാപ്പ് കണ്ടു. നമ്മൾ ഏകദേശം ഉഷ്ണ മരുഭൂമികൾ എവിടെയാണ് വരുന്നത് എന്ന് കണ്ടു. ഇനി ഉഷ്ണ മരുഭൂമികളെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടുത്തെ ശരാശരി താപനില തന്നെ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ
അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. 58 ഡിഗ്രി സെൽഷ്യസ്. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമാണല്ലോ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അത് ഉയർന്ന രീതിയിലുള്ള അളവിൽ കാണിക്കുമ്പോൾ എന്താണ്, ആ ഒരു കാലാവസ്ഥ വ്യത്യാസം അവിടെ അറിയാനായിട്ട് പറ്റും. അത്തരത്തിൽ അത് കാലാവസ്ഥയെ, ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുകയാണ് ചെയ്യുന്നത്. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെന്റിമീറ്ററിലും താഴെയാണ് ലഭിക്കുന്നത്. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെന്റിമീറ്ററിലും താഴെയാണ്. അത്ര കുറവ് മഴ മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ. ചിലയിടങ്ങളിലാണെങ്കിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേയില്ല. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെന്റിമീറ്ററിലും താഴെയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറില്ല. ഇനി ഇവയുടെ ഒരു ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ പോലും രാജസ്ഥാൻ വരുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്താണല്ലോ. അപ്പം അത്തരത്തിൽ ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാണിജ്യവാദങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റായിട്ട് മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അതിരുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടുന്നതിനുള്ള കാരണം. ഓക്കെ ആണോ? എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ചുകൊണ്ട് പടിഞ്ഞാറൻ അരികുകളിലേക്ക് എത്തുന്നു. ആ സമയത്ത് ആ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതുകൊണ്ട് എന്താണ്, വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവനും വരണ്ടതായി കാണപ്പെടുന്നു. ഇങ്ങനെയാണ് മരുഭൂമികൾ രൂപപ്പെടുന്നത്. ഇനി ഇവിടെ മരുപ്രദേശങ്ങളിലെ സസ്യവർഗങ്ങളെ കുറിച്ച് നോക്കാം. കള്ളിമുൾ ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായിട്ടുള്ള സസ്യവർഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. കള്ളിമുൾ ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായിട്ടുള്ള സസ്യവർഗങ്ങളാണ് ഇവിടെ കൂടുതലായും ഈ ഒരു ഉഷ്ണ മരുഭൂമി പ്രദേശത്ത് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മാത്രം മരുപ്പച്ചകൾ കാണപ്പെടാറുണ്ട്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ കാണപ്പെടാറുണ്ട്. എന്താണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്? മരുഭൂമിയിൽ ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. മരുഭൂമിയിൽ ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളെ മരുപ്പച്ചകൾ എന്നാണ് വിളിക്കുന്നത്. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളാണ് ഇവ. ഇവിടെ പറഞ്ഞതുപോലെ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ. ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഇവിടെ താഴെ തന്നിരിക്കുന്നതാണ് സഹാറ മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയുടെ പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സഹാറ മരുഭൂമിയിലെ മരുപ്പച്ച. ഇനി അവിടുത്തെ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജനവാസം എങ്ങനെയാന്നൊക്കെ നോക്കാം. ഉഷ്ണ മരുഭൂമിയുടെ കാര്യമാണ്. അവിടെ ജനവാസം പൊതുവെ കുറവാണ്. കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ എന്താണ്, ജനവാസം കുറവാണ്.
എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളിലുമുണ്ട്. കാലാവസ്ഥയും മറ്റുമൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും ആ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളാണ് മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടാറുള്ളത്. കലഹാരി മരുഭൂമി നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കലഹാരി മരുഭൂമി. ഈ കലഹാരി മരുഭൂമി ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിലെ ബുഷ്മെൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ സ്പെഷ്യലായിട്ട് തന്നിട്ടുള്ള ടേംസ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കലഹാരി മരുഭൂമിയിലെ ബുഷ്മെൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ്. അവർ ഉഷ്ണ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ഗോത്ര സമൂഹമാണ്. ഓക്കെ, ഇനി ഇവരുടെ ഒരു ഉപജീവന മാർഗം എന്തൊക്കെയാണ്? കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇവിടെയും ഈ ഒരു മരുഭൂമികളിലും എന്താണ് ഉപജീവന മാർഗം പ്രധാനപ്പെട്ടത്? കൃഷിയും മൃഗപരിപാലനവും തന്നെയാണ്. ഇത്രയും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പോലും ഇവിടെ ജനജീവിതം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ സ്വർണ്ണഖനനം, അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനങ്ങൾ ഒക്കെയാണ് ഇതിന് ഉദാഹരണം. ഓസ്ട്രേലിയയിലെ സ്വർണ്ണഖനനം, അറ്റക്കാമ മരുഭൂമി എവിടെയാണ് കണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ? സൗത്ത് അമേരിക്കയിലാണ് നമ്മൾ കണ്ടത്. അറ്റക്കാമയിലെ ചെമ്പ് ഖനി, കോപ്പറിന്റെ ഖനിയാണ് ഇതിനൊക്കെ ഉദാഹരണമായി പറയാവുന്നത്. ഇത്തരത്തിൽ ധാതു സമ്പന്നമായിട്ടുള്ള മരുഭൂമികൾ ഉണ്ട് എന്നുള്ളതാണ്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. അത്തരത്തിലുള്ള ഒരു ധാതു ലഭ്യതയുള്ള പ്രദേശമാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ഉഷ്ണ മരുഭൂമികൾ എന്നത്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപവും വലിയൊരു വരുമാന സ്രോതസ്സാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ഇപ്പൊ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഉഷ്ണ മരുഭൂമിയും കൂടിയായി. ആ ഒരു അക്ഷാംശ രേഖയിൽ വരുന്ന പ്രദേശങ്ങളെയും അവിടുത്തെ കാലാവസ്ഥയെയും ജനജീവിതത്തെയും സസ്യജന്തുജാലങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിലെ റിയാദ് നഗരത്തിന്റെ ഒരു പിക്ചറാണ്. ഇത്രയേറെ വിപുലമായിട്ടുള്ള ഒരു നഗരം നമുക്കിവിടെ കാണാനായി സാധിക്കും. അങ്ങനെ നമ്മൾ ഉഷ്ണ മരുഭൂമികൾ എന്ന ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. ഇനി ഇവിടെ പറയുന്നത് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ഉഷ്ണമേഖലയിലെ 3 കാലാവസ്ഥാ മേഖലകളെയാണ്. ഇനി ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയെ കുറിച്ച് പഠിക്കാം. ഇവിടെ ഈ ഒരു മാപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല മനസ്സിലാക്കി തരുന്ന മാപ്പാണ്. ഇവിടെ പക്ഷേ ഈ ഒരു മെഡിറ്ററേനിയൻ കടൽ കാണാം. മെഡിറ്ററേനിയൻ കടൽ ലൊക്കേഷൻ ഇവിടെയാണ് വരുന്നത്. അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് കൂടി മനസ്സിലാക്കുക. അതാണ് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ? ഒന്നാമതായിട്ട് അൽബേനിയ, ഫ്രാൻസ്, ലിബിയ, ഈജിപ്റ്റ്, തുർക്കി, ഇറ്റലി തുടങ്ങിയവയൊക്കെയാണ് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ. ഇവയാണ് മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നൽകിയ നോക്കിക്കേ, മെഡിറ്ററേനിയൻ കടലിന്റെ സ്ഥാനം നമ്മൾ കണ്ടു. ഈ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സവിശേഷത നോക്കാം. വരണ്ട വേനൽക്കാലവും
ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇത്. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇത്. വേനൽക്കാലത്ത് ഏകദേശം 20°C മുതൽ 25°C വരെയാണ് ഇവിടെ താപനില അനുഭവപ്പെടുന്നത്. വരണ്ട വേനൽക്കാലമാണ്, അതുപോലെ ആർദ്ര ശൈത്യകാലവുമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലെ ഒരു അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ വേനൽക്കാലത്ത് ഏകദേശം 20° മുതൽ 25° വരെയാണ് താപനില അനുഭവപ്പെടുന്നത്. എന്നാൽ ശൈത്യകാലത്ത് 10°C മുതൽ 16°C വരെയാണ് താപനില വരുന്നത്. 10 മുതൽ 16 വരെ മാത്രമേ അവിടെ താപനില ഉയരാറുള്ളൂ ശൈത്യകാലത്ത്. ശൈത്യകാലത്ത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ ഇവിടെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് മേഖലകളിൽ നിന്നും വ്യത്യാസമാക്കുന്നത്. കാരണം ഇത് ശൈത്യകാലമാണ്. ശ്രദ്ധിക്കുക, ശൈത്യകാലത്ത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെയാണ് ഈ ഒരു മേഖലയിൽ മഴ ലഭിക്കുന്നത്. അത് മാത്രമല്ല, ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഇവിടെ ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒന്നുമാണ്. അപ്പൊ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥ സവിശേഷതയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ കണ്ട ആ ഒരു മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങൾക്ക് പുറമെ 30° മുതൽ 45° വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ 30 മുതൽ 45 വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റു ചില പ്രദേശങ്ങളും സമാന കാലാവസ്ഥ, മറ്റു ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെ എല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നു. ഇതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. 30° മുതൽ ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ നമ്മൾ മെഡിറ്ററേനിയൻ പ്രദേശത്തെ കുറിച്ചാണ് കണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ളത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയാണ്. അത് ഏതൊക്കെയാണ്? 30° മുതൽ ഏതാണ്ട് 30° മുതൽ 45° വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത്. 30 മുതൽ 45° വരെയുള്ള അക്ഷാംശ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ചേർത്ത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല എന്താണ് എന്നത് കണ്ടു. ഇനി ഇവിടെ നമ്മൾ മാപ്പിലും അവ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഈ ഒരു സൂചിക നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് ഈ ഒരു മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ഉൾപ്പെടുന്നത് എന്നത്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ സസ്യജാലങ്ങളിലേക്കും ഇവിടുത്തെ കൃഷിയിലേക്കും ഒക്കെ കടക്കാം. പശ്ചിമവാദങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. ഇവിടെ പൊതുവെ മഴയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് നിബിഡ വനങ്ങൾ ഇവിടെ ഈ ഒരു മേഖലയിൽ കാണപ്പെടാറില്ല. ഇവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും. ഇത് നമ്മൾ ഈ ടേമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്, ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും കാണപ്പെടുന്നുണ്ട്. പൈൻ, ഫിർ പോലെയുള്ള നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളുമാണ് കാണപ്പെടുന്നത്. ഇവിടെ മഴയുടെ അളവ് പൊതുവെ കുറവാണ്. അപ്പോൾ ജലസംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഇലകളൊക്കെ ഉള്ള മരങ്ങളായിരിക്കും ഈ ഒരു പ്രദേശത്ത് കൂടുതലായും കാണപ്പെടുന്നത്. അതുപോലെ ഇവിടെ കുറ്റിച്ചെടികളും കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഒരു സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനപ്പെട്ട കൃഷിയായിട്ട് വരുന്നത്. പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നു, പച്ചക്കറികളും ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിയാണ്. സാധ്യമായ ഇടങ്ങളിൽ ധാന്യ കൃഷിയും ഇവിടെ കണ്ടുവരാറുണ്ട്. ഓക്കെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷി രീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥാ രീതി നമ്മളിപ്പോൾ കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു കാലാവസ്ഥാ സാഹചര്യത്തിന് അനുകൂലമായ രീതിയിൽ അതിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത കൃഷി രീതിയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്.
കൃഷിരീതിയും അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു മേഖലയെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നു. മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഒരു മുന്തിരിത്തോട്ടമാണ് ഇവിടെ പിക്ചറിൽ നൽകിയിട്ടുള്ളത്. നോക്കിക്കേ, എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ലോകത്തിൽ വൈൻ ഉൽപാദനത്തിന് മുൻപിലുള്ളത്, ലോകത്തിൽ തന്നെ വൈൻ ഉൽപാദനത്തിന് നമ്മളിവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട മെഡിറ്ററേനിയൻ പ്രദേശത്തെ മുന്തിരിത്തോട്ടമാണ് ഇവിടെ കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണുള്ളത്. അതുകൊണ്ട് എന്താണ്, ലോകത്തിലെ തന്നെ വൈൻ ഉൽപാദനത്തിൽ മുൻപിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. വൈൻ ഉൽപാദനത്തിൽ മുൻപിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നോക്കിക്കേ, മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഒരു മുന്തിരി തോട്ടമാണിത്. ലോകത്തിലെ തന്നെ വൈൻ ഉൽപാദനത്തിൽ മുൻപിൽ ആരാണ്? മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയനിൽ നിന്നാണ് എന്നുള്ളതും ഇവിടെ ഒന്ന് ഓർത്തിരിക്കണം. നാരകഫലങ്ങളുടെ കയറ്റുമതിയിൽ 70% ഈ പറഞ്ഞ മേഖലയാണ്, മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നും ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ മെഡിറ്ററേനിയൻ മേഖലയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഉഷ്ണമേഖലയിലേതുപോലെ തന്നെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും എന്താണ്, സമുദ്ര സ്വാധീനം തീരെ കുറവാണ്. അതുകൊണ്ട് സമുദ്ര സ്വാധീനം തീരെ കുറവായതുകൊണ്ട് എന്താണ്, വൃക്ഷരഹിതമായ പുൽമേടുകളാണ് കാണപ്പെടുന്നത്. ഉഷ്ണമേഖലയിലേതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളിൽ, മിതോഷ്ണ മേഖലയുടെ ഉൾപ്രദേശങ്ങളിൽ സമുദ്ര സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അവിടെ പുൽമേടുകൾ, വൃക്ഷരഹിതമായിട്ടുള്ള പുൽമേടുകൾ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളെ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നു. മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ളതിൽ നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്. മധ്യരേഖ കാലാവസ്ഥാ മേഖല പഠിച്ചു, മൺസൂൺ കാലാവസ്ഥാ മേഖല പഠിച്ചു, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണ മരുഭൂമി. അടുത്തത് മിതോഷ്ണ പുൽമേടുകളാണ്. നമ്മൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയും പഠിച്ചു കഴിഞ്ഞു. മിതോഷ്ണ പുൽമേടുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി നമുക്ക് ടൈഗ മേഖലയും ടണ്ട്ര മേഖലയും മാത്രമാണ് ബാക്കിയുള്ളത്. മിതോഷ്ണ പുൽമേടുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇരു അർദ്ധഗോളങ്ങളിലുമായിട്ട് 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം വരുന്നത്. എവിടെയാണെന്ന് നോക്കിക്കേ, ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു മാപ്പിൽ. ഈ ഒരു മാപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എവിടേക്കാണ് മിതോഷ്ണ പുൽമേടുകൾ ഉള്ളത് എന്നുള്ളത്. അത് മാത്രമല്ല, ഇവയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തും ഇവ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് മിതോഷ്ണ പുൽമേടുകൾ അറിയപ്പെടുന്നത്. നമുക്ക് ഓരോ കോണ്ടിനെൻ്റ് ആയിട്ട് നോക്കാം. തെക്കേ അമേരിക്കയിൽ ഇവ അറിയപ്പെടുന്ന പേരെന്താണ്? പാമ്പസ് എന്നതാണ്. പാമ്പസ്. ഇനി ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ വെൽഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെൽഡ്. ഏഷ്യയിലേക്ക് വരുമ്പോൾ എന്താണ്? സ്റ്റെപ്പി പുൽമേടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ വടക്കേ അമേരിക്കയിൽ പ്രയറി എന്നും അറിയപ്പെടുന്നു. പ്രയറി, പാമ്പസ്, വെൽഡ്, സ്റ്റെപ്പി, ഡൗൺസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മിതോഷ്ണ പുൽമേടുകളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ അതൊന്ന് ടാബുലർ ഫോമിലാക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് എന്നതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. ഇതിൽ പ്രയറി, വടക്കേ അമേരിക്കയിലെ ഈ ഒരു പ്രയറി ലോകത്തിൻ്റെ ധാന്യ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. അവയെക്കുറിച്ചത് വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കിക്കേ, പ്രയറി ലോകത്തിൻ്റെ ധാന്യ കലവറ. വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടായ പ്രയറി പുൽമേടുകളെയാണ് ലോകത്തിൻ്റെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതെവിടെയാണ് ഉള്ളത്? അമേരിക്കയിലും അതുപോലെ കാനഡയിലുമൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വിശാലമായ പുൽമേടാണ്. ഇവിടെ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ നിന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ ധാന്യ കൃഷി ചെയ്തു വരുന്നുണ്ട്. 2 ദശലക്ഷം ഏക്കർ ഭൂമിയിലാണ് ഇന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ ധാന്യ കൃഷി ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവയെ ലോകത്തിൻ്റെ ധാന്യ കലവറ എന്ന് വിളിക്കുന്നത്. എന്തുമാത്രം സ്ഥലത്താണ് ഇവിടെ ഒരു ധാന്യ കൃഷി വരുന്നത് എന്ന് നോക്കാം.
അതുമാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട ധാന്യം ഏതാണ്? ഗോതമ്പാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ധാന്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്ത് മിതമായിട്ടുള്ള താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഗോതമ്പ് കൃഷിക്ക് ഇത് ഏറെ അനുയോജ്യമായിട്ടുള്ളത്. ഗോതമ്പിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മിതമായ താപനില, മഴ ലഭ്യത, ഫലഭൂയിഷ്ഠമായ മണ്ണ് ഒക്കെയാണ് ഈ ഒരു പ്രദേശത്ത് ഉള്ളത്. വൻതോതിലുള്ള ഗോതമ്പ് ഉൽപാദനമാണ് പ്രയറി പുൽമേടുകളെ ലോകത്തിന്റെ ധാന്യ കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കിയത്. ഇത്തരത്തിലുള്ള വൻതോതിലുള്ള ഗോതമ്പിന്റെ ഉൽപാദനമാണ് പ്രയറി പുൽമേടുകളെ ലോകത്തിന്റെ ധാന്യ കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കിയത്. അപ്പോൾ പ്രയറിയാണ് വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ പുൽമേടാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത്. ഇനി മിതോഷ്ണ പുൽമേടുകളുടെ ഭാഗത്ത് ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കാലാവസ്ഥയും മറ്റ് സവിശേഷതകളും എങ്ങനെയാണെന്ന് നോക്കാം. മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് കാണപ്പെടുന്നത് എങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനമായി തന്നെയാണ്. വിവിധ മേഖലകളിലായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽ കൂടിയും ഏകദേശം കാലാവസ്ഥ സമാനമായി തന്നെയാണ് പ്രകടമാകുന്നത്. ഹ്രസ്വമായിട്ടുള്ള വേനൽക്കാലം, ദീർഘമായ ശൈത്യകാലവുമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായിട്ടുള്ള ശൈത്യകാലവുമാണ് ഈ ഒരു മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ വേനലിന്റെ താപനില വരുന്നത് ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വേനൽക്കാലത്ത് ഇവിടെ ഉയർന്ന താപനില അനുഭവപ്പെടും. എന്നാൽ ശൈത്യകാലത്ത് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില അനുഭവപ്പെടുന്നത്. ഓക്കെ, ചൂട് വേനൽക്കാലത്ത് ഉയർന്ന താപനിലയും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു ശൈത്യകാല താപനില എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അനുഭവപ്പെടുന്നത്. ഇനി മഴയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. ഇവിടെ മിതോഷ്ണ പുൽമേടുകളിൽ 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ സസ്യജാലങ്ങളിലും പ്രകടമായി കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? മഴ കുറവായതുകൊണ്ട് ഇവിടെ മരങ്ങളും കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായും കണ്ടുവരുന്നത്. വൻമരങ്ങളൊക്കെ കുറവാണ്. ഇവിടെ പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കാണുന്നത്. കാരണം എന്താ? 25 സെന്റിമീറ്ററിലും 60 സെന്റിമീറ്ററും വരെയുള്ള മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. മഴ ലഭ്യത പൊതുവെ കുറവാണ്. മിതോഷ്ണ പുൽമേടുകളിൽ മരങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പുൽവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്. മിതോഷ്ണ പുൽമേടുകൾ സ്വാഭാവിക മേച്ചിൽ പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗമാണ് ഉള്ളത്. മിതോഷ്ണ പുൽമേടുകൾ സ്വാഭാവിക മേച്ചിൽ പുറങ്ങളാണ്. ഇവിടെ ധാരാളം ഇടയ ജനവിഭാഗമാണ്. ഇവിടുത്തെ ജനജീവിതം എന്ന് പറയുന്നത് ഇടയ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ഉള്ളത്, ഈ ഒരു മിതോഷ്ണ പുൽമേടുകളിൽ ഉള്ളത്. ഇന്ന് പുൽമേടുകൾ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളാക്കി പരിവർത്തനം ചെയ്യപ്പെടുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യ കൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്? അവർ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എന്താണ്? ഇടയ ജനവിഭാഗങ്ങളാണ് ഉള്ളത് മേച്ചിൽ പുറങ്ങളായതുകൊണ്ട്. പിന്നീട് അത് വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യ കൃഷിയും മൃഗപരിപാലനവും ഒക്കെ ഈ ഒരു മേഖലയിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്.
അങ്ങനെ കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ മേഖലയിലെയും സസ്യജാലങ്ങളും അതുപോലെ ജനജീവിതവും ഒക്കെ രൂപപ്പെട്ടു വരുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരുന്ന സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായിട്ട് മനുഷ്യർ പല മേഖലകളിലൂടെയും സ്വാഭാവിക സവിശേഷതകളിൽ മാറ്റം വരുത്തി വരുന്നു. അങ്ങനെ അനുദിനം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചും അതുപോലെ കാലത്തിനനുസരിച്ചുമുള്ള മാറ്റങ്ങൾ ഓരോ മേഖലയിലും നമുക്ക് കാണാനായി സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ജനസംഖ്യയും മനുഷ്യന്റെ ആവശ്യങ്ങളും, ജനസംഖ്യയും അനുദിനം വർദ്ധിക്കുകയാണ്, മനുഷ്യന്റെ ആവശ്യങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനസംഖ്യയും മനുഷ്യന്റെ ആവശ്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതോടെ നമ്മൾ ഉഷ്ണമേഖല പൂർത്തിയാക്കി, മിതോഷ്ണ മേഖലയും പൂർത്തിയാക്കി. ഇനി നമ്മൾ കാലാവസ്ഥാപരമായി ശൈത്യമായിട്ടുള്ള, തണുപ്പ് നിറഞ്ഞിട്ടുള്ള, മഞ്ഞു മൂടിയ പ്രദേശങ്ങളെക്കുറിച്ച്, കാലാവസ്ഥാപരമായി ഏറെ ദുഷ്കരമായ ശൈത്യമേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, കാലാവസ്ഥാ മേഖലകളെ നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മൾ പറഞ്ഞ കാലാവസ്ഥാ മേഖലകളാണിത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നമ്മൾ പഠിച്ചു. മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണ മരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്നിവ പൂർത്തിയാക്കി. ഇനി ഈ ശൈത്യ മേഖലകൾ രണ്ടെണ്ണമാണ്, ടൈഗ മേഖലയും ടണ്ട്ര മേഖലയുമാണ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ടൈഗ മേഖല നോക്കാം. ടൈഗ മേഖല അതുപോലെ ടണ്ട്ര മേഖല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്യ മേഖലകളാണ്. ഒന്നാമത്തേത് ടൈഗ മേഖല. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖല. ശ്രദ്ധിക്കണം, ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണ് ടൈഗ മേഖല എന്നത്. ദൈർഘ്യം കുറഞ്ഞ വേനലാണ്. നമുക്കറിയാം, ശൈത്യമേഖലകളിൽ വേനലിന്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും അതുപോലെ ദീർഘമായ ശൈത്യകാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ എങ്ങനെയാണ് താപനില വരുന്നത് നോക്കാം. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും വേനൽക്കാല താപനില അനുഭവപ്പെടുന്നത്. കേവലം 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വേനൽക്കാലത്തെ ടൈഗ മേഖലയിൽ വരുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്. ഇനി ശൈത്യകാലത്തിലേക്ക് വരുമ്പോൾ ശൈത്യകാല താപനില -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. വേനൽക്കാലത്ത് 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ അവിടെ താപം വരുന്നുള്ളൂ. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്ത് 13 ഡിഗ്രി മുതൽ 25 മൈനസ് ആണ് കേട്ടോ, -13 ഡിഗ്രി മുതൽ -25 ഡിഗ്രി വരെയുള്ള താപനില ഇറങ്ങി വരുന്നതായിട്ടും ഇവിടെ അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വാർഷിക വർഷപാതം 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെയാണ്. 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ഇവിടെ ലഭിക്കുന്നുണ്ട്. ശൈത്യകാലത്ത് എന്താണ്? വർഷണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കണം. വർഷണം എന്താണ്? വർഷണം ഇവിടെ കൂടുതലാണ്. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ടൈഗ മേഖലയിൽ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത്. വാർഷിക വർഷപാതം തന്നെ 50 മുതൽ 70 സെന്റിമീറ്റർ വരെ ഉണ്ട്. വാർഷിക മഴയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലും ആയിരിക്കും ഉണ്ടാകുന്നത്.
നമ്മളിവിടെ ഈ ഒരു മേഖല പഠിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഉത്തരാർദ്ധഗോളത്തിൽ എന്ന്. ടൈഗ മേഖല കൂടുതലായും കാണപ്പെടുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ എന്ന്. എന്തുകൊണ്ടാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗ കാലാവസ്ഥാ മേഖല ഈ ഒരു ദക്ഷിണാർദ്ധഗോള ഭാഗത്ത് കാണപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു പേര് വന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ടൈഗ. ടൈഗ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടുത്തെ സസ്യജാലങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉപ ആർട്ടിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു ഉപ ആർട്ടിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ ഒരു മേഖലയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഈ വൃക്ഷങ്ങളെ, സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ പൊതുവെ റഷ്യൻ ഭാഷയിൽ ടൈഗ എന്ന പേരിലാണ് വിളിക്കുന്നത്. ടൈഗ എന്ന പേരിലാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ വിളിക്കുന്നത്. ഇവ ധാരാളം കാണപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഈ മേഖലയെ ടൈഗ മേഖല എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ധാരാളം കാണപ്പെടുന്ന മേഖലയായതിനാലാണ് ഈ മേഖല ടൈഗ എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഇവയിൽ പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ എന്ന് ചോദിച്ചാൽ പൈൻ, ഫിർ. നമ്മൾ കഴിഞ്ഞ ഒരു മേഖലയിലും ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പൈൻ, ഫിർ, സ്പ്രൂസ് എന്നീ വൃക്ഷങ്ങൾ, എന്നീ സസ്യവർഗങ്ങളാണ്, സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് പൈൻ, ഫിർ, സ്പ്രൂസ് എന്നിവ. ഇവയാണ് ഈ ഒരു മേഖലയിൽ, ടൈഗ മേഖലയിൽ കൂടുതലായും കണ്ടുവരുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യവർഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നല്ല ശൈത്യ മേഖലയായതുകൊണ്ട് ഇവിടുത്തെ താപനിലയൊക്കെ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, കൃഷിയൊന്നും പൊതുവെ സാധ്യമല്ല. ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും വിളകൾ ഒന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കൃഷി വളരെ കുറവാണ്. ഈ ഒരു ടൈഗ മേഖലയിൽ കൃഷി വളരെ കുറവാണ്. സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രീതി അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ മരം വെട്ടും കമ്പിളി രോമ വ്യവസായവും ഒക്കെയാണ്. മരം വെട്ടും കമ്പിളി രോമ വ്യവസായവും എല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കാനഡയിലെ ഈ മേഖലയിൽ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തവും ആണ്. ഇവിടെ ടൈഗ മേഖല എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന രീതിയിൽ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ടൈഗ എന്ന കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നത് എന്ന്. നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇവിടെ സൂചിക നോക്കിയാൽ മനസ്സിലാകും, ഈ ഒരു ഷെയ്ഡിൽ നൽകിയിട്ടുള്ളതാണ് ടൈഗ മേഖല. 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെയുള്ള മേഖലയിലാണ് ഈ പറഞ്ഞ ടൈഗ മേഖല, ടൈഗ കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്നത്. ഇവിടെ ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുംതോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ധ്രുവപ്രദേശത്തോട് അടുക്കുംതോറും എന്താണ്, സസ്യങ്ങളുടെ ഉയരം കുറയുന്നു, എണ്ണവും കുറയുന്നു. അതിശൈത്യ മേഖലാ സസ്യങ്ങളായ കുറ്റിച്ചെടികളും പായലുകളും മാത്രമേ ഈ ഒരു ധ്രുവപ്രദേശത്തിനോടടുത്ത് കാണാനും സാധിക്കുകയുള്ളൂ. ധ്രുവപ്രദേശത്തോട് അടുക്കും തോറും, ടൈഗ മേഖലയിൽ നിന്ന് ധ്രുവപ്രദേശത്തോട് അടുക്കും തോറും ഇവിടെ സസ്യങ്ങളുടെ ഉയരം കുറയുന്നുണ്ട്, എണ്ണം കുറയുന്നുണ്ട്. അതുപോലെ അതിശൈത്യ മേഖലാ സസ്യങ്ങളായിട്ടുള്ള കുറ്റിച്ചെടികൾ, പായലുകൾ പോലെയുള്ളവ മാത്രമേ ഈ ഒരു പ്രദേശത്ത്, ധ്രുവപ്രദേശത്തിനോട് അടുത്ത് ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ടൈഗ മേഖലയും അവയുടെ സവിശേഷതകളും. അങ്ങനെ നമ്മൾ അവസാന മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്, ടണ്ട്ര മേഖല എന്നത്. ടണ്ട്ര മേഖല എന്താന്ന് നോക്കാം. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിശൈത്യ മേഖലയാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഭാഗത്തായി അലാസ്ക, കാനഡ,
ഗ്രീൻലാൻഡ്, അതുപോലെ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ടണ്ട്ര മേഖല. അതിശൈത്യ മേഖലയാണ്. ഇവിടുത്തെ താപനില, ശൈത്യകാല താപനില എന്ന് പറയുന്നത് -25°C മുതൽ -40°C വരെയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു മേഖലയിൽ ടൈഗ മേഖലയിൽ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? -13 മുതൽ -25 വരെയുള്ളൂ. എന്നാൽ ഇവിടെ നോക്കിയ ടണ്ട്ര മേഖലയിലേക്ക് വന്നപ്പോഴേക്കും താപനില പിന്നീടും കുറയുകയാണ്. -25°C മുതൽ -40°C വരെയാണ് ഇവിടുത്തെ ശൈത്യകാല താപനില എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് 10°C വരെയാണ് താപനില ഉയരാറുള്ളത്. അപ്പൊ അത്രയേറെ അതിശൈത്യ മേഖലയാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ഇവിടെ പൊതുവെ ടണ്ട്ര മേഖലയിൽ മുഖ്യമായും മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷണം സംഭവിക്കുന്നത്. മഞ്ഞുവീഴ്ചയാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലായി അതിശൈത്യമായിട്ടുള്ള കാലാവസ്ഥാ മേഖലയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള കാലാവസ്ഥയെ, പ്രതികൂല കാലാവസ്ഥയെ, ടണ്ട്ര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യത്തിൽ വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് മാത്രമാണ് ഇവിടെ സസ്യങ്ങൾ വളരുന്നത് പോലും. വളർച്ചാകാലം വളരെ കുറവായതുകൊണ്ട് ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും പായലുകളുമാണ് ഈ ഒരു മേഖലയിൽ കാണപ്പെടുന്നത്. ഈ ഒരു തണുപ്പിനെ, അതിശൈത്യമായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥയെ നമ്മൾ പറഞ്ഞതുപോലെ -25 മുതൽ -40°C വരെയാണ് ഇവിടെ ശൈത്യകാലത്ത് താപനില. വേനൽക്കാലത്ത് 10°C വരെ മാത്രമേ താപനില ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിശൈത്യമായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥയെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള സസ്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും വളർച്ചാ കാലഘട്ടം കുറവായതുകൊണ്ട് ഉയരം കുറഞ്ഞ തരത്തിലുള്ള ചെറു കുറ്റിച്ചെടികളും പായലുകളുമാണ് ഇവിടെ ഈ ഒരു മേഖലയിൽ വളരുന്നത്. ഇനി അവിടുത്തെ ജനജീവിതം നോക്കുകയാണെങ്കിൽ എസ്കിമോ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലാപ്പാസ് തുടങ്ങി ഈ മേഖലയിലെ തദ്ദേശീയർ അർദ്ധനാടോടി ജീവിതമാണ് നയിക്കുന്നത്. എസ്കിമോകൾ, ലാപ്പാസ് എന്നിവർ ഈ മേഖലയിലെ തദ്ദേശീയരാണ്. ഇവർ അർദ്ധനാടോടി ജീവിതമാണ് നയിക്കുന്നത്. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടി ശാസ്ത്രജ്ഞരും പര്യവേഷകരും ഈ മേഖലയിൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിശൈത്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ തദ്ദേശീയരാണ് എസ്കിമോകൾ, ലാപ്പാസ് എന്നിവർ. ഇവരാണ് അവിടെ ജീവിക്കുന്നത്. ഇവർ അവിടെ അർദ്ധനാടോടി ജീവിതമാണ് നയിക്കുന്നത്. പൊതുവെ ഇവിടെ മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറവാണ്. ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ സാധാരണ ഭാവിയെ പ്രയോജനപ്പെടുത്താനാവുന്ന സാധ്യതകളെ കുറിച്ചുള്ള പഠനങ്ങളുമായി ശാസ്ത്രജ്ഞരും പര്യവേഷകരും മാത്രമാണ് ഇവിടെ തുടരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകളെ കുറിച്ചും വിശദമായി തന്നെ പഠിച്ചു. അതിനൊരു മാപ്പ് തന്നിട്ടില്ല, ടൈഗ മാത്രമേ തന്നിട്ടുള്ളൂ, ടണ്ട്ര തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അവയെല്ലാം തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭൂമധ്യരേഖ കാലാവസ്ഥ, മൺസൂൺ കാലാവസ്ഥ, സാവന്ന കാലാവസ്ഥ, അതിനുശേഷം ഉഷ്ണമരുഭൂമി, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ, ടൈഗ, ടണ്ട്ര, ഇത്രയും കാലാവസ്ഥാ മേഖലകൾ പ്രധാനപ്പെട്ടതാണ്. സവിശേഷതകൾ തന്ന ശേഷം ഏതാണ് ഈ ഒരു കാലാവസ്ഥാ മേഖല എന്ന് PSC ചോദിച്ചേക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കുന്നതായിരിക്കും. ഓക്കെ, അതോടെ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്ററും കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.